കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ഇന്ന് വിദഗ്ധ പരിശോധന ഉണ്ടാകും. മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരുന്നുണ്ട്. UPS റൂമിൽ പുക ഉയർന്നതിന് പിന്നാലെ രോഗികൾ ശ്വാസം കിട്ടാതെ മരിച്ചുപോയി എന്ന ആരോപണം മെഡിക്കൽ കോളേജ് അധികൃതർ തള്ളിക്കളഞ്ഞു. 4 പേരുടെ മരണം അപകടത്തിന് മുമ്പ് സംഭവിച്ചെന്നാണ് വിശദീകരണം. അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. അഭിജിത്ത് ചേരുന്നു തത്സമയം. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. ശരിക്കും യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ ദുരൂഹതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? SKN, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോഴുള്ളത് ഈ മെഡിക്കൽ കോളേജിലെ PMSSY ബ്ലോക്കിൻ്റെ മുന്നിലാണ്. ഇവിടെയാണ് ഏറെ സമയം ഇന്നലെ ഏതാണ്ട് 7:45 മണി സമയത്ത് ആശങ്കയുടെ മണിക്കൂറുകൾ കടന്നുപോയത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ UPS മുറിയിൽ നിന്ന് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലെ ഈ ബ്ലോക്കിൽ മുഴുവൻ പുക ഉയരുന്ന ഒരു സാഹചര്യം. തുടർന്നാണ് ഇവിടെ നിന്ന് രോഗികളെ പുറത്തേക്ക് മാറ്റുന്നത്. അത് വലിയൊരു ഭീതിപ്പെടുത്തുന്ന സാഹചര്യം തന്നെയായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായത്. പിന്നാലെയാണ് ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വരികയും ചെയ്തത്. മരണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഈ മരണങ്ങൾ സംഭവിച്ചത് അപകടം നടന്നതിന് പിന്നാലെ ഇവിടെ നിന്ന് ഈ രോഗികളെ, ഈ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പുറത്തേക്ക് മാറ്റുന്നതിനിടെയാണ് എന്നുള്ള ഒരു ആരോപണം അത് കൽപ്പറ്റ MLA T. സിദ്ദിഖ് തന്നെ മുന്നോട്ട് വെച്ചു. പിന്നീട് ഇത് തള്ളിക്കൊണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും SKN, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും അധികം രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണിത്. ഇവിടെ ഈ രോഗികൾ ഉണ്ടായിരിക്കുന്ന സമയത്താണ്, രോഗികളും ഒപ്പം തന്നെ കുട്ടിരിപ്പുകാരും ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു പുക ഉയരുന്നത്. ആദ്യം ഒരു പൊട്ടിത്തെറി ശബ്ദമാണ് ഈ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് സമീപത്തുണ്ടായിരുന്നവർ കേൾക്കുന്നത്. പിന്നാലെ പുക ഉയർന്നു. അതോടെ അവർ പരിഭ്രാന്തരായി പുറത്തേക്കോടി. ഇവർ തങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന രോഗികളെ ഉപേക്ഷിച്ച് ഈ കുട്ടിരിപ്പുകാരൊക്കെ പുറത്തേക്ക് ഓടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. പിന്നീടാണ് ആദ്യം ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു തുടങ്ങിയ അഭ്യൂഹങ്ങളാണ് ഉയർന്നു വന്നത്. പിന്നീടാണ് ഇത് ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ള ഒരു പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് ഫയർഫോഴ്സും ഒപ്പം തന്നെ ഈ ടെക്നിക്കൽ വിഭാഗവും എത്തിയത്. പിന്നാലെ രോഗികളെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കും ബീച്ച് ആശുപത്രിയിലേക്കും മാറ്റി. അവരുടെ ആരോഗ്യത്തിനാണ്, അല്ലെങ്കിൽ ഇവിടെ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ ആരോഗ്യത്തിനാണ് മുൻഗണന എന്ന കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മരണവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതിൽ T. സിദ്ദിഖ് MLA ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഷം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന വയനാട് സ്വദേശിയായ നസീറ എന്ന സ്ത്രീയുടേതാണ്. അവരുടെ മരണം ഈ ആശുപത്രിയിൽ നിന്ന്, കാഷ്വാലിറ്റിയിൽ നിന്ന് ഈ അപകടം നടന്ന് അവരെ പുറത്തേക്ക് എത്തിക്കുമ്പോഴാണ് സംഭവിച്ചത് എന്ന് T. സിദ്ദിഖ് MLA പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് മെഡിക്കൽ കോളേജ് അധികൃതർ അതിൽ വരുത്തിയ വ്യക്തത ഇങ്ങനെയാണ്. 4 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന സംശയങ്ങളാണ്. അതിൽ 2 പേർ ഈ വിഷം കഴിച്ച്, ഒരാൾ വിഷം കഴിച്ചും ഒപ്പം മറ്റൊരാൾ തൂങ്ങി മരിച്ചുമാണ് അവരെ ഇവിടേക്ക് എത്തിയത്. അതിൽ ഒരാൾ ഈ കാഷ്വാലിറ്റിയിലേക്ക് എത്തുമ്പോൾ തന്നെ അവരുടെ മരണം സംഭവിച്ചിരുന്നു. മറ്റു 3 പേർ, അവർക്ക് വിവിധങ്ങളായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ക്യാൻസർ പേഷ്യൻ്റ് ഉൾപ്പെടെ അതിനകത്തുണ്ടായിരുന്നു. അവരുടെ മരണം ഈ പുക ശ്വസിച്ചല്ല, അല്ലെങ്കിൽ ഈ അപകടം നടന്നതുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളൊരു വിശദീകരണമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നത്. ഇതിൽ ഇന്നലെ ഈ ആരോപണം അല്ലെങ്കിൽ സംശയങ്ങൾ ഉള്ളത് ഇങ്ങനെ ഞാനിപ്പോൾ പറയുന്ന പേരുവിവരങ്ങളിലാണ്. വെസ്റ്റ് ഹിൽ സ്വദേശിയായ ഗോപാലൻ, വടകര സ്വദേശി സുരേന്ദ്രൻ, കൊയിലാണ്ടി സ്വദേശി ഗംഗാധരൻ, പശ്ചിമ ബംഗാളുകാരിയായ ഗംഗ, വയനാട് സ്വദേശി നസീറ, ഇങ്ങനെയുള്ളവരുടെ മരണങ്ങളിലാണ് ഇപ്പോൾ ഒരു സംശയം ഉയർന്നു വരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കാൻ പോകുന്നത് ഈ ആത്മഹത്യ സംഭവിച്ചവരുടേതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ബന്ധുക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതിയുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും SKN, ഇനിയിപ്പോൾ ഉണ്ടാകേണ്ടത് വിദഗ്ധ പരിശോധനയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിലിപ്പോൾ പ്രാഥമികമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ടെക്നിക്കൽ ടീമും ഇന്നലെ ഇവിടെ ഒരു പരിശോധന നടത്തിയിരുന്നു. അവർ പറയുന്ന ഒരു കാര്യം, ഈ UPS ഓവർലോഡായി എന്നുള്ളൊരു കാര്യമാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ഈ MRI സ്കാനിങ് പ്രവർത്തിക്കാത്തതിനാൽ ഇവിടെ കൂടുതൽ സ്കാനിങ് നടത്തേണ്ടി വരുന്നു. അങ്ങനെ മറ്റു പല ബ്ലോക്കുകളും ഘട്ടം ഘട്ടമായി അപകടമുണ്ടായ PMSY കെട്ടിടത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ ഈ MRI സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉപകരണങ്ങൾക്ക് ചില തകരാറുകൾ ഉണ്ടാകുന്നു. അതിൽ ഒരു പരിശോധന നടത്തുന്നു. അതിൻ്റെ ടെക്നിക്കൽ ടീം എത്തി അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് കടന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഈ UPS റൂമിൽ നിന്ന് ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നതും പിന്നീട് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ മുഴുവൻ പുക പടരുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തിയത്. ഏതായാലും ഇന്നിപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. എന്താണ് സ്ഥിതി?